മുഖ്യമന്ത്രി ഇങ്ങനെ കപ്പും പിടിച്ച് നടക്കുന്ന മുഖ്യമന്ത്രിയില്ലേ? ലവ് ടു മൂൺ ആൻഡ് ബാക്ക്, ലവ് ടു മൂൺ ആൻഡ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അതിജീവിതമാർക്കൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞ്, പ്രത്യേകിച്ചും ഒരു കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന സെലിബ്രിറ്റിയായ അതിജീവിതയാണ് ഇപ്പം ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ജനങ്ങളോട് പറയുന്നത്. വീണ്ടും വരണം എന്ന് പറയുന്നത് ആരാണ്? ആ അതിജീവിതയാണല്ലോ പറയുന്നത്. ആ അതിജീവിത പറയാണ് വീണ്ടും വരണം, വീണ്ടും വരണം. എന്നിട്ടാണ് ഈ തെമ്മാടിത്തം, ഈ തെമ്മാടി ഭരണത്തിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന അതിനിഷ്ഠൂരനായ അവസരവാദിയായ നെറികെട്ട മുഖ്യമന്ത്രി ചെയ്യുന്നത്. ഇയാളുടെ കീഴിലല്ലേ ആഭ്യന്തര വകുപ്പ്? ഈ തെമ്മാടി ഭരണത്തിന് അല്ലെ, ഈ തെമ്മാടി ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനല്ലേ രാജിവെച്ച് പോകേണ്ടത്? പിണറായി വിജയന്റെ പോലീസല്ലേ ഇമാതിരി തെമ്മാടിത്തം കളിച്ചത്? തെരഞ്ഞെടുപ്പിന് 2 മാസേ ബാക്കിയുള്ളൂ. ഇപ്പോഴാണ് മൂപ്പരുടെ കാപ്പി കൂടി. ലവ് ടു മൂൺ മണ്ണാക്കട്ട, ലവ് ടു പാതാളാണ്, ലവ് ടു മൂൺ അത്രേ. ഇതാണോ എന്താ പറയാ നിങ്ങളുടെ സ്ത്രീപക്ഷ രാഷ്ട്രീയം? മിണ്ടുന്നില്ല പാരും. ഒരു നേതാവും മിണ്ടുന്നില്ല. സ്ത്രീ നേതാക്കന്മാരെ ഒന്നും കാണുന്നില്ല. രാഹുൽ മാങ്കൂട്ടം മെച്ചപ്പെടുത്തിയെന്ന്. രാഹുൽ മാങ്കൂട്ടം ലൈംഗിക വൈകൃതക്കാരൻ എന്താണോ? ഗണേഷ് ഇതിലൊന്നും പെടില്ലേ? ഗണേഷ് ഒന്നും പെടില്ലേ? ശ്രീമതി ടീച്ചർ മറ്റേ യന്ത്രം കൊണ്ട് വന്നിരിക്കുന്നു. അപ്പൊ ആരും ശ്രീമതി ടീച്ചറും കൂടി ഗണേഷിന്റെ മറ്റേ പരിശോധിക്കാൻ അതിന്റെ ഞാൻ പറയുന്നില്ല ബാക്കി. അപ്പൊ രാവിലെ തന്നെ പത്രങ്ങളൊക്കെ ഗണേഷ് ഇങ്ങനെ പുറത്തേക്ക് കേരളകൗമുദി എഴുതിയത് എന്താണ്? മന്ത്രി ഗണേശൻ തുലാസിലാണ് അത്രേ. ഗണേശൻ തുലാസിൽ ഊഞ്ഞാലിൽ ആടിപ്പിക്കുകയാണ്. ഇപ്പൊ ഗണേശ് തുലാസിലല്ല, മറ്റേ ഊഞ്ഞാലിലിരുത്തി പിണറായി വിജയൻ എങ്ങനെ ഊഞ്ഞാലാടിപ്പിക്കുകയാണ്. ഗണേഷ് മോനെ ഊഞ്ഞാലാടിക്കോ, ഇനി എന്താച്ചാ വേണ്ടേ ചെയ്തോ, ഞാൻ നിനക്ക് എല്ലാവിധ സംരക്ഷണം തരാന്ന് പറയാണ്. മലയാള മനോരമ പറഞ്ഞത് എന്നെ തടഞ്ഞു വെച്ചു, പോലീസ് ഇടപെട്ടില്ല എന്ന് പറയുന്നത്. എന്നെ തടഞ്ഞു വെച്ചു, പോലീസ് ഇടപെട്ടില്ല. ഇതാണ് നമ്മൾ പറയുന്നത്. ഈ ദേശാഭിമാനി വായിക്കണമെന്ന്. ദേശാഭിമാനി വായിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇന്നത്തെ ദേശാഭിമാനിയിൽ ഇങ്ങനത്തെ ഒരു വാർത്തയില്ല. ഗണേഷ് കുമാറും ഇല്ല, ഗണേഷ് കുമാറിന്റെ ഭാര്യയും ഇല്ല, പരാതിയും ഇല്ല, പിങ്ക് പോലീസും ഇല്ല, ഒരു മണ്ണാങ്കട്ടിയും ഇല്ല. അതുകൊണ്ട് ദേശാഭിമാനി വായിച്ച ആൾക്കാർക്കൊക്കെ സമാധാനം. ഗണേഷ് ഏത് ഗണേഷ്? നമ്മളെ ഗണേഷ് അങ്ങനെയൊന്നും ചെയ്യില്ലാന്ന്. ഇനി ചെയ്തെങ്കിൽ തന്നെ ഗണേഷല്ലേ ചെയ്തത്. ഗണേഷ് ചെയ്താൽ പ്രശ്നമില്ല, നമ്മുടെ സഖാക്കൾ ചെയ്താൽ പ്രശ്നമില്ല. അതൊക്കെ തീവ്രത കുറഞ്ഞതാണ്. ഗണേഷ് ഇനി 5 അല്ല 5000 അല്ല 10000 ആണെങ്കിലും അതൊക്കെ തീവ്രത കുറഞ്ഞാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഹൈക്കോടതി അല്ല സുപ്രീം കോടതി പറഞ്ഞാലും ഞങ്ങൾ സമ്മതിക്കില്ല. രാഹുൽ മാങ്കൂട്ടം ലൈംഗിക വൈകൃതക്കാരനാണ്, രാഹുൽ മാങ്കൂട്ടം സ്ത്രീ പീഡകനാണ്, ഒക്കെയാണ്. ഉഭയകക്ഷി സമ്മതം എന്ന് കോടതി പറഞ്ഞാലും, നിർബന്ധിത ഗർഭചിത്രം അല്ല എന്ന് കോടതി പറഞ്ഞാലും, സാമ്പത്തിക ചൂഷണം ഇല്ല എന്ന് കോടതി പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കൂല. രാഹുൽ മാങ്കൂട്ടം മത്സരിക്കാൻ പാടില്ല. അതന്നെ. അപ്പൊ ഗണേഷിന് പ്രശ്നമില്ല എന്ന് ഗണേഷ് ആയിക്കോട്ടെ. പിന്നെ കപ്പൊക്കെ ഞങ്ങൾ പിടിക്കും. ഞങ്ങളെ പാർട്ടിക്കാർക്ക് എന്തും ചെയ്യാം. ഞങ്ങളെ പാർട്ടിക്കാർക്ക് ബലാത്സംഗം ചെയ്യാം. ഞങ്ങളെ പാർട്ടിക്കാർ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞങ്ങളെ പാർട്ടിയിലെ ഈ ബലാത്സംഗത്തിന് എന്താ പറയാ ഒത്താശ ചെയ്ത് കൊടുത്തുകൊണ്ട് മന്ത്രിയുടെ എന്താ പറയാ സ്റ്റാഫോ ഡ്രൈവറോ ഒക്കെ വേറൊരു സ്ത്രീയെ ആക്രമിച്ചാലോ ഒന്നും ഞങ്ങൾ കേസെടുക്കൂല. ഇപ്പൊ പറയുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ സബൂറാക്കിയെന്ന് പറയുന്നത്. ഒക്കെ തീർത്ത് മന്ത്രി ക്ഷമിച്ചു. ഏറ്റവും അവസാനം മന്ത്രി ക്ഷമ ചോദിച്ചു. മന്ത്രിയുടെ ഭാര്യ ക്ഷമിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈയടിച്ചു. അതന്നെ തീർന്നു. ഉളുപ്പുണ്ട് ഈ പത്രക്കാർക്ക്. ഈ മാതൃഭൂമിയുടെ ഏറ്റവും വലിയ രസം എന്താ അറിയോ? ഈ മാതൃഭൂമി ഏറ്റവും വലിയ സ്ത്രീ പീഡകൻ എന്ന് പറയാണ്ട് ഈ ഫോട്ടോ കൊടുത്ത ഈ തെമ്മാടിയുടെ ഫോട്ടോ ഉണ്ടല്ലോ. ഇയാളെ തെമ്മാടി എന്ന് വിളിച്ചതെന്ന് ഒരേ ഒരാളെ വിളിച്ചിട്ടുള്ളൂ. ആരാണെന്നറിയോ? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഇയാൾ മഹാത്തറയാണെന്ന് പറഞ്ഞു. ഈ തറയെ എത്രയും പെട്ടെന്ന് ഈ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശൻ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. ഇയാള് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് മാതൃഭൂമി ഈ പുറത്തേക്ക് എന്ന് പറയുന്ന ഈ തെമ്മാടി മന്ത്രിയെയാണ് ഏറ്റവും നല്ല മന്ത്രിയായി മാതൃഭൂമി തെരഞ്ഞെടുത്തത്. ഇതാണ് നമ്മുടെ പത്രം, നമ്മുടെ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു മാതൃഭൂമിയുടെ സർവേ, മാതൃഭൂമി നടത്തിയ സർവേ, മികച്ച മന്ത്രിയാര്? ഗണേഷ് കുമാർ. പിറ്റേ ദിവസം ഗണേഷ് കുമാർ പുറത്തേക്ക്. മാതൃഭൂമി മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ കരുതിയിട്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ. പറയിപ്പിക്കരുത്. ഈ മാതൃഭൂമി എന്ന് പറയുന്ന പത്രത്തെ കുറിച്ചൊക്കെ നമുക്ക് അഭിമാനം ഉണ്ടായിരുന്ന ഒരു കാലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ എല്ലാവരും ഇപ്പൊ എന്താ പറയാ പിണറായി വിജയന്റെ എന്താ പറയാ പിണറായി വിജയന്റെ അമേദ്യത്തിന് ചുറ്റും ഞാൻ വീണ്ടും നിങ്ങളോട് പറയാണ്, ആ ഒ വി വിജയന്റെ ധർമ്മപുരാണം എടുത്ത് വായിക്കണം. അങ്ങനെ
പ്രജാപതിയുടെ തീട്ടക്കണ്ടികൾക്ക് വേണ്ടിയിട്ട് ചുറ്റും ആർത്തിയോടെ നോക്കിയിരിക്കുന്ന പത്രക്കാരെ കുറിച്ച്, മാധ്യമ ലേഖകരെ കുറിച്ച് അതിൽ പറയുന്നുണ്ട് കേട്ടോ. അതിലിങ്ങനെ ഓരോ തീട്ടക്കണ്ടി എടുത്ത് മണത്തു നോക്കുകയും രുചിച്ചു നോക്കുകയും ഒക്കെ ചെയ്യുന്ന മാധ്യമ ലേഖകരെ കുറിച്ച് ഒ വി വിജയൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ധർമ്മപുരാണം വായിക്കുന്നത് നല്ലതാണ്. മാതൃഭൂമിയുടെ മേലാളന്മാർ കേട്ടോ. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഏതായാലും എന്താ പറയാ, ഗണേഷ് പുറത്തേക്ക്, ഗണേഷിന്റെ എന്താണ് തുലാസില്, ഗണേഷ് മുൾമുനയില്, കത്രിയപ്പൂട്ടില്, അവസാനം കത്രിയപ്പൂട്ടിൽ ആരായി? കാരണഭൂതൻ കത്രിയപ്പൂട്ടിലായി. അവസാനം സംഭവിച്ചത് അതാണ്. ഓരോ ദിവസവും നിങ്ങൾ കണക്കൂട്ടി, ഓരോ ദിവസവും ഈ LDF സർക്കാരിന്റെ എന്താ പറയാ അധപ്പതനം, അല്ലെ? അധപ്പതനം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും എന്തെങ്കിലും ഒരു പോസിറ്റീവായ കാര്യങ്ങൾ, അല്ലെ? എന്തെങ്കിലും ഒരു പോസിറ്റീവായ കാര്യങ്ങൾ ഈ മന്ത്രിസഭ ചെയ്യുന്നുണ്ടോ? ഓരോ ദിവസവും ഇങ്ങനെ കെട്ട കഥകൾ, അല്ലെ? കെട്ട കഥകൾ, നാറിയ കഥകൾ, അളിഞ്ഞ കഥകൾ. എനിക്ക് തോന്നുന്നു ഈ 140 മണ്ഡലങ്ങളിലും, അല്ലെ, 140 മണ്ഡലങ്ങളിലും കെട്ടിവെച്ച പൈസ ഉണ്ടാവില്ല. ബോധമുള്ള ജനങ്ങളാണെങ്കിൽ അതില്ലല്ലോ. ജനത്തിന് ഇത്തിരി ബോധം കുറവാണല്ലോ ഇപ്പോഴും. മറ്റേ എന്താ പറയാ, ഈ പത്തനാപുരത്തെ നമ്മളെ ഗണേഷിന്റെ വോട്ടർമാർ പറയുന്നത് ഇയാൾ മഹാനാണെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കുറെ മണുകുണാഞ്ചന്മാര് ആണ് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നതുകൊണ്ട് തന്നെ മൂന്നാം ഭരണം എന്ന് മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണബോധം. നമുക്ക് നോക്കാം. എന്തായാലും കടമ്മനിട്ട പറഞ്ഞ പോലെ എന്നും ഒന്നുപോലായിരിക്കില്ല വിജയ. ഒന്നും ഒന്നുപോലായിരിക്കില്ല കേട്ടോ. മുഖ്യമന്ത്രി ഫുൾ സപ്പോർട്ട് ഗണേഷിന്. പണ്ട് നമ്മൾ കണ്ടതാണല്ലോ, ഒരു മറ്റേ എന്താ പറയാ, ഒരു കോഫി മഗ്ഗൊക്കെ പിടിച്ചിട്ട് ലവ് ടു മൂൺ ആൻഡ് ബാക്ക്, അങ്ങനെയല്ലേ പറഞ്ഞത്? ലവ് ടു മൂൺ ആൻഡ് ബാക്ക്. അതായത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എവിടുന്നോ ഏതോ രാജ്യത്ത് നിന്ന് വന്ന ഒരു ഇമെയിൽ, ആരാണ് എന്താണ് ഒന്നും അറിയില്ല, ഒരു പരാതി കിട്ടി എന്ന് പറഞ്ഞിട്ട് രാത്രി 12:30 മണിക്ക് ഹോട്ടൽ റെയ്ഡ് ചെയ്ത് 10-30 പോലീസുകാരെ പറഞ്ഞയച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ രാത്രിക്ക് രാത്രി കയ്യോടെ പിടികൂടി ലോക്കപ്പിലിട്ട് 10-18 ദിവസം ജയിലിലടച്ച ടീമാണ്, അല്ലേ? യഥാർത്ഥത്തിൽ ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടം സെഷൻസ് കോടതി, 2 സെഷൻസ് കോടതികൾ മുൻകൂർ ജാമ്യം അനുവദിച്ചതാണ്. 2 സെഷൻസ് കോടതികൾ മുൻകൂർ ജാമ്യം അനുവദിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് പിണറായി വിജയന്റെ ഈ പീറ പോലീസ് ഇമ്മാതിരി തോന്നിയാസം ചെയ്തത്. യഥാർത്ഥത്തിൽ മുൻകൂർ ജാമ്യത്തില് ഒരു പ്രതി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എപ്പോ പോലീസ് ആവശ്യപ്പെട്ടാലും പോലീസ് സ്റ്റേഷനിൽ ആ പ്രതി ഹാജരാവണം. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം മുൻകൂർ ജാമ്യം നേടി പുറത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏത് പോലീസും ആവശ്യപ്പെട്ടാൽ ഉടനെ രാഹുൽ മാങ്കൂട്ടം അവിടെ എത്തും. ഒരു ഫോൺ കോൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അത്തരത്തിലൊരു പരാതി, എവിടുന്നോ എന്നൊരു പരാതി, ആളും പേരും ഇപ്പോഴും ആരെന്ന് അറിഞ്ഞില്ല തോന്നും, അങ്ങനെയുള്ള ഒരു പരാതി കിട്ടിയിട്ട് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യണമെന്ന് വിചാരിക്കാം. പിടിച്ചുകൊണ്ടുപോയത് തൂക്കിക്കൊല്ലാനൊന്നുമല്ലല്ലോ, ചോദ്യം ചെയ്യാനാണല്ലോ. ചോദ്യം ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് വിളിച്ചാൽ മതി. നാളെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം കേട്ടോ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം വരണം. അതാണ് നിയമം. അതിന് പകരം രാത്രി 12:30 മണിക്ക്, അല്ലേ, 30 പോലീസുകാർ ഹോട്ടലിൽ കയറുന്നു, അവിടെ ആകെ തവിട്ട് പൊടിയാക്കി രാഹുൽ മാങ്കൂട്ടത്തെ തൂക്കിയെടുത്ത് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് 18 ദിവസം തടങ്കലിട്ടു. അവസാനം എന്താ സംഭവിച്ചത്? ഈ പരാതിക്കാരി സ്ത്രീ പറഞ്ഞത് തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു, അല്ലെ? തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു, അടിച്ചു, പിടിച്ചു, മുഖത്ത് തുപ്പി എന്നൊക്കെയാ പറഞ്ഞത്. ഈ സ്ത്രീ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ 10-ാം ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് അന്ന് എന്തോ വിഷു ആയിരുന്നു അത്രേ, ഏപ്രിൽ മാസം 14-ാം തീയതി. അന്ന് വിഷുക്കൈ നട്ടം രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു 10,000 റുപ്യ വിഷുക്കൈ നട്ടം. ലോകത്ത് ആദ്യത്തെ സംഭവമായിരിക്കും. തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഒരു പരാതിക്കാരി ആ പരാതിക്ക് അല്ലെങ്കിൽ ആ സംഭവത്തിന് 10 ദിവസം കഴിഞ്ഞിട്ട് ഒരു 10,000 രൂപ ആ പ്രതിക്ക് അയച്ചു കൊടുക്കുകയാണ്. നന്നായി വിഷു ഒക്കെ ആഘോഷിക്കുന്നു പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവസാനം ഹൈക്കോടതി ജാമ്യം കൊടുത്തു, അല്ലെ? ഹൈക്കോടതി ജാമ്യം കൊടുത്തു. ഒരു ബലാത്സംഗം നടന്നിട്ടില്ല. ഇവര് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇവരുടെ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് എന്ന് കോടതി പറഞ്ഞു. ഞാൻ ഇപ്പൊ പറയാൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം അങ്ങനെ. ഇവിടെ ഗണേഷ് കുമാറിനെതിരെ ഭാര്യ പരാതി കൊടുക്കുകയാണ്. ഇപ്പൊ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തില്ല എന്നേ പറയുന്നുള്ളൂ. ഇപ്പൊ പോലീസ് സ്റ്റേഷനിലൊന്നും ആരും പരാതി കൊടുക്കലില്ലല്ലോ.
ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യത്തെ പരാതി കൊടുത്തത് ആരുടെ കയ്യിലാണ്? മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. ഇവിടെ ഗണേഷ് കുമാറിന്റെ ഭാര്യ പരാതി കൊടുത്തത്, ബിന്ദു പരാതി കൊടുത്തത് പോട്ടെ, മുഖ്യമന്ത്രിനെക്കാട്ടി അങ്ങേപ്പുറം മുഖ്യമന്ത്രിയുടെ മോളെ കയ്യിലാണ് അത്രേ പരാതി കൊടുത്തത്. അതെന്തെങ്കിലാവട്ടെ, മുഖ്യമന്ത്രിയുടെ മോളെ കയ്യിൽ കൊടുത്ത പരാതി ഇത് പോലീസിൽ എത്തിച്ചോളുന്ന ഒരു നിയമവും ഇല്ല. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്കല്ല കിടക്കുന്നത്. എന്തായാലും ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോനെതിരെ അതിക്രമം ഉണ്ടായല്ലോ, അവരെന്നെ പറഞ്ഞല്ലോ. ഇപ്പൊ ഗണേഷ് കുമാറിനെ കാണാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കണ്ടുവെന്നോ, ഞാൻ ഫോട്ടോ എടുത്തുവെന്നോ, അത് പോട്ടെ. അത് ഇപ്പൊ ഗണേഷ് കുമാർ പറഞ്ഞാൽ എനിക്ക് 5 അല്ല 5000 അല്ല 10000 കാമുകിമാരുണ്ട് എന്നൊക്കെ പറഞ്ഞത് വ്യക്തിപരമായ കാര്യമാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം, അയാൾ എന്തെങ്കിലും ചെയ്യട്ടെ. പക്ഷേ അതല്ലല്ലോ പ്രശ്നം, അത് ധാർമ്മികതയുടെ പ്രശ്നം, അത് സദാചാരത്തിന്റെ പ്രശ്നം. അതൊക്കെ ഞാൻ വിട്ടു. ഞാൻ അതല്ല പറയുന്നത്. ഒരു സ്ത്രീ, മന്ത്രി പത്നി, ഈ സ്ത്രീക്കെതിരെ അവിടെ ആക്രമണം ഉണ്ടായി. ഗണേഷ് കുമാറിന്റെ സെക്യൂരിറ്റി സ്റ്റാഫും ഡ്രൈവറും ചേർന്ന് ഇവരെ ശാരീരികമായി ആക്രമിച്ചു, ഇവരുടെ ഫോൺ തട്ടിയെടുക്കാൻ ശ്രമിച്ചു, ഇവരുടെ ബലമായ മുറിയിൽ പൂട്ടിയിട്ടു. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സ്ത്രീ പറയുന്നുണ്ട്. എന്നിട്ട് ഈ സ്ത്രീ എന്താ ചെയ്യുന്നത്? ഈ സ്ത്രീ 112 വിളിക്കുന്നു. 112 എന്ന് പറയുന്ന നമ്പർ ഇത് തമാശ നമ്പർ അല്ല. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് 112 എന്ന് പറയുന്ന നമ്പർ കൊടുത്തത്? ഈ നാട്ടില് ഏതൊരു സ്ത്രീക്കും അപകടത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ തന്റെ സുരക്ഷിതത്വത്തിന് ഹാനി വരും എന്ന് സംശയിക്കപ്പെടുന്ന ഏത് സ്ത്രീക്കും രക്ഷാമാർഗം തേടി പോലീസിനെ ബന്ധപ്പെടാനുള്ള നമ്പറാണ് 112. 112 എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നേരെ അതൊരു ഒരു എമർജൻസി റെസ്പോൺസ് നമ്പറാണ്. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്നാണ് പറയുക, ERSS. അതാണ് ഈ 112 എന്ന് പറയുന്ന നമ്പർ. അപ്പൊ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ നമ്പറായ 112ലേക്കാണ് ബിന്ദു വിളിക്കുന്നത്. ഇത് ശരിക്കും തിരുവനന്തപുരത്ത് ഒരു കൺട്രോൾ റൂം ഉണ്ട്. തിരുവനന്തപുരത്തെ കൺട്രോൾ റൂമിലേക്കാണ് ആദ്യം തന്നെ ഈ ഒരു കോള് ചെല്ലുക. അങ്ങനെ ഒരു കോള് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതാത് ഏത് ലൊക്കാലിറ്റിയിൽ നിന്നാണോ ഈ സ്ത്രീ വിളിച്ചത് ആ ലൊക്കാലിറ്റിയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഉടൻ തന്നെ വിവരം അറിയിക്കും. അവിടുന്ന് ഉടൻ തന്നെ പോലീസ് സംഘം ഈ സ്ത്രീ നിൽക്കുന്ന സ്പോട്ടിലേക്ക് എത്തും. അങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ ആണ് ഈ ബിന്ദു 112ലേക്ക് വിളിക്കുന്നത്. ഉടൻ തന്നെ ഈ ഇത്തരത്തിലുള്ള കൺട്രോൾ റൂമിൽ വിവരം കിട്ടി. ഈ കൺട്രോൾ റൂം ആ വിവരം ഉടൻ തന്നെ ആ നിശ്ചിത പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിച്ചു. പോലീസ് സംഘമായി ഈ പറയുന്ന വീട്ടിലേക്ക് എത്തി. കൂടെ പിങ്ക് പെട്രോൾ സംഘം അല്ലെ, പിങ്ക് പോലീസുകാരികളും എത്തി. പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഈ അവസ്ഥക്ക് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പോലീസ് എത്തിയിട്ട് ഇവരപ്പം തന്നെ രക്ഷിക്കും. ആ സ്പോട്ടിൽ തന്നെ FIR ഇടും. അതാണ് ഏറ്റവും വലിയ കാര്യം. ഈ സംഘം എത്തിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ വെച്ചിട്ട് FIR ഇടുകയാണ്. എന്തിനാണ് സ്പോട്ടിൽ വെച്ചിട്ട് FIR ഇടുന്നത്? കാരണം പിന്നീട് FIR ഇടാൻ വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ സ്ത്രീയെ ഒരുപക്ഷെ നിർബന്ധം ചെലുത്തിയിട്ട് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചിട്ട് ഇവരുടെ ആരോപണങ്ങൾ ഇല്ലായ്മ ചെയ്യും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സ്പോട്ടിൽ തന്നെ FIR ഇടണം. ഇതൊക്കെയാണ് നിയമം. ഈ നിയമങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല. അവിടെ ഈ 112 വിളിച്ചു കഴിയുമ്പോൾ പോലീസും ഈ പിങ്ക് പോലീസുകാരികളൊക്കെ എത്തിയിട്ടോ. ഈ സ്ത്രീയെ ആക്രമിച്ചത് ഗണേഷ് കുമാറിന്റെ ഈ മന്ത്രിയുടെ സ്റ്റാഫും ഡ്രൈവറോ ഒക്കെ ആണെന്ന് മനസ്സിലാക്കിയപ്പോ മന്ത്രിയുടെ സ്റ്റാഫും ഡ്രൈവറും ഒക്കെ അല്ല ആക്രമിച്ചത്, നിങ്ങൾ ആക്രമിക്കുക എന്ത് വേണം ചെയ്തോളി, ഞങ്ങളിതൊന്നും കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്ക് പോലീസുകാരികളും പോയി, മറ്റേ പോലീസുകാരും പോയി. കേസ് എടുത്തില്ല. ഒരു പ്രശ്നം ഇതാണല്ലോ സംഭവം. അതല്ലാതെ ഇതില് ഒരു മഞ്ഞ കലർത്തിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് താല്പര്യമുള്ള രീതിയിൽ ഗണേഷ് കുമാർ അതാണ് ചർച്ച ചെയ്യുന്നത്. ഗണേഷ് കുമാർ ഏത് സ്ത്രീയുമായിട്ടായിരുന്നു അവിടെ ബന്ധം പുലർത്തിയിരുന്നത്, ഏത് സ്ത്രീയുമായുള്ള കിടപ്പറ രംഗങ്ങളാണ് ഈ ബിന്ദു കണ്ടത് എന്നുള്ളതാണ് ഇപ്പൊ ചർച്ച. അത് ജയിലിൽ കിടന്ന കാരണവർ കൊലക്കേസിലെ പുള്ളി ഉണ്ടല്ലോ, അതാണോ അതല്ലെങ്കിൽ വേറെ ആളാണോ തുടങ്ങിയ ചർച്ചകളൊക്കെയാണ് ഇപ്പൊ ഈ സമൂഹ മാധ്യമത്തിലൊക്കെ നടക്കുന്നത്. ഞാൻ അതിലേക്കൊന്നുമില്ല കിടക്കുന്നത്. അത് ഞാനായാലും അത് നമ്മുടെ പ്രശ്നമല്ലാന്നേ. നമ്മുടെ പ്രശ്നം എന്താണ്? ഒരു സ്ത്രീയെ അല്ലെ, ഇവിടെ മുഖ്യമന്ത്രി ഇങ്ങനെ കപ്പും പിടിച്ച് നടക്കുന്ന മുഖ്യമന്ത്രിയില്ലേ, ലവ് ടു മൂൺ ആൻഡ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അതിജീവിതമാർക്കൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ചും ഒരു കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന സെലിബ്രിറ്റിയായ അതിജീവിതയാണ് ഇപ്പം ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ജനങ്ങളോട് പറയുന്നത്. വീണ്ടും വരണം എന്ന് പറയുന്നത് ആരാണ്? ആ അതിജീവിതയാണല്ലോ പറയുന്നത്. ആ അതിജീവിത പറയാണ് വീണ്ടും വരണം. എന്നിട്ടാണ് ഈ തെമ്മാടിത്തം, ഈ തെമ്മാടി ഭരണത്തിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന അതിനിഷ്ഠൂരനായ അവസരവാദിയായ നെറികെട്ട മുഖ്യമന്ത്രി ചെയ്യുന്നത്. ഇയാളുടെ കീഴിലല്ലേ ആഭ്യന്തര വകുപ്പ്. യഥാർത്ഥത്തിൽ ഈ ഗണേഷ് അല്ല രാജിവെക്കേണ്ടത് ഈ കോപ്പനാണ്.